നമ്മുടെ ഫിലിമിൽ മച്ചാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലൈക്ക് ആദ്യ കാലഘട്ടത്തിൽ ഐ ലൈക്ക് മുറപ്പെണ്ണിലെ ബാലനും പിന്നെ ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധനും. എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രവും ചെയ്യാൻ വിഷമുള്ള ഒരു കഥാപാത്രവും ഈ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കഥാപാത്രമാണ്. കാരണം അതൊരു ഭ്രാന്തനായിട്ട് അഭിനയിക്കുക എന്നുള്ള ഭ്രാന്തൻ ചുമ്മാ അട്ടഹാസം പറഞ്ഞ് ആടി ഓടി തല്ലി അല്ലെങ്കിൽ സാധനങ്ങൾ അടിച്ചു പിടിച്ചു അങ്ങനെയുള്ള ഭ്രാന്തനല്ല. ഇത് എന്തൊക്കെ മനസ്സിലുണ്ട് അതങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ നിവർത്തിയില്ല, അതങ്ങോട്ട് പറയാൻ എങ്ങനെ അറിയിക്കണമെന്നുള്ളതല്ല. അങ്ങനെ ബുദ്ധി വളർന്നിട്ടില്ല. ഇമ്പസൈൽ എന്ന് പറയുന്നില്ലേ, അതാണ്. അത് ആദ്യമായിട്ട് അതിൻ്റെ സംവിധായകൻ ഭാസ്കരൻ മാസ്റ്ററും നമ്മുടെ MT വാസുദേവൻ നായർ എന്നെ സമീപിച്ച സത്യത്തിൽ ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. ഞാൻ അന്നൊക്കെ ഈ പ്രേമരംഗങ്ങൾ അഭിനയിച്ച് നടക്കുന്ന കാലഘട്ടമാണ്. എന്നെ കൊണ്ട് സാധിക്കുമെന്ന് വരാൻ ചോദിച്ചു. ഇല്ല, നസീറിന് വളരെ നന്നായിരിക്കും, യാതൊരു സംശയമില്ല, ധൈര്യത്തോട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും വളരെയധികം എൻകറേജ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിൽ വന്നത്. അങ്ങനെ അവിടെ വന്നു. ആദ്യമൊക്കെ എനിക്ക് അല്പം വിഷമമുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ആ കഥാപാത്രം എനിക്ക് ശരിക്കും പിടികിട്ടി. അത് ഞാൻ ഭംഗിയായിട്ട് അഭിനയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഐ ലൈക്ക് ദ ബെസ്റ്റ് വാസ് പടയോട്ടം. നല്ലൊരു അവസാനത്തെ ആ ഒരു വരവും ആ മൂവിയൊക്കെ അതിൻ്റെ ആ ശബ്ദവും റെക്കോർഡിംഗ് വാസ് സോ പെർഫെക്റ്റ് ആൻഡ് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഡേഴ്സ്. എനിക്ക് എവറി ഫ്രെയിം എനിക്ക് നല്ല എൻ്റെ തലയിലിരിക്കണത്. ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, കുറേ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്കും ഏതോ TV ചാനലിൽ ഞാൻ അത് കണ്ട്, രാത്രിയായിരുന്നു അത് വന്ന്, ഞാൻ ഇരുന്ന് കണ്ടു എന്നിട്ട് കിടന്നുറങ്ങിയുള്ളൂ. അതുപോലെ ഒരു വേഷം അതുപോലെ ഡൈങ് ടു ഡു അങ്ങനെ ഒന്ന് കിട്ടിയ, പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതിലാണ് കിട്ടിയത് എന്ന് വെച്ചാൽ ഒരു സീരിയലിൽ കടമറ്റത്തെ കത്തനാറിൽ ഒരു പടത്തലവനായിട്ട്. അപ്പോൾ ആ വേഷമെല്ലാം കെട്ടി, ആ കുടുമിയെല്ലാം കെട്ടി, വാളെല്ലാം എടുത്ത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഞാൻ വിചാരിച്ചു ഞാനാണ് ഡാഡി എന്ന്. എനിക്ക് അതുപോലെ ഒരു ഫീൽ. ഈ ചെയിനെല്ലായിട്ട് ഇങ്ങനെ നടന്ന് എനിക്ക് പറയുമ്പോൾ ഞാനാണ് പുള്ളി. ഭയങ്കര സുഖം. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു എല്ലായിടത്തും, എനിക്കിങ്ങനെ പുള്ളിയുടെ ഗോസ്റ്റ് വല്ല അകത്ത് അറിയാത്തൊരു ഫീലിംഗ് എനിക്കിങ്ങനെ വരുന്നുണ്ട്. ബിക്കോസ് ഇതിലെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ഓരോ ഫ്രെയിമാണ് എൻ്റെ തലയിൽ കിടന്നുകൊണ്ട്. ആൻഡ് എവരും അതുപോലെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു അനുകരണം വന്നു കുറേ കൂടിപ്പോയി. പിന്നീട് അങ്ങനത്തെ കഥാപാത്രം കിട്ടിയില്ല. ഫിലിമിൽ എനിക്ക് അത് കിട്ടിയില്ല. ഒരു കാമുകന്റെ വേഷമാണ് കൂടുതൽ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഐ വാസ് ഗെറ്റിംഗ് ഫെഡ് അപ്പ് ഓഫ് ഫിലിംസ്. ബിക്കോസ് കിട്ടിക്കൊണ്ടുവന്ന എല്ലാം ഈ കോളേജ് സ്റ്റുഡൻറ് റോൾ, അടിപൊളി, ലവ്, ഇങ്ങനെ തന്നെ. അതൊന്നും ഗോട്ട് ഫെഡ് അപ്പ്. ഒരു നല്ല മെച്ചുവേർഡ് ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടർ, ഡെപ്തുള്ള ക്യാരക്ടർ വളരെ കുറച്ചേ വരുന്നുള്ളൂ. അത് പിന്നെ പ്രേം നസീർ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുമല്ലോ മരം ചുറ്റി പ്രേമം എന്ന് ആദ്യം ആ ഒരു വേർഡ് വരും. അതുപോലെ തന്നെ മച്ചാക്കും അങ്ങനെ എന്നെ അതിലോട്ട് കയറ്റിയല്ലേ ആ ഒരു ഫ്രെയിം. ഞാൻ പോയി ചാടി, അങ്ങനെയാണ് ഞാൻ ഓടിക്കളഞ്ഞത്. അത് ശരി. എനിക്കൊരു ചെറിയൊരു മടുപ്പ് തുടങ്ങി, ബ്രേക്ക് ഓടിക്കളഞ്ഞ് ഞാൻ അങ്ങനെ ദുബായിൽ പോയി ഒരു 10-12 വർഷം അവിടെ ജോലി ചെയ്തോണ്ടത്. പിന്നെ അവിടെ ഇരുന്നോണ്ട് പിന്നെ ഒരു ബോറടിക്കുന്നു. മതി, ഇതൊരു ജാതി അവേ ഫ്രം യുവർ ഫാമിലി, അറിയുന്ന എല്ലാവരും ഇവിടെ, നമ്മൾ മാത്രം അവിടെ. ഓഫ് കോഴ്സ് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, എന്നാലും എത്ര നാൾ